ഹലോ, വെൽക്കം ടു ക്ലാസ് റൂം. ക്ലാസ് റൂമിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൈത്തണിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു പൈത്തൺ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിന് യൂണിറ്റ് 3 വന്നിരിക്കുന്നത്. ഇവിടെ തൊട്ടാണ് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിങ്, പൈത്തൺ ലാംഗ്വേജിനെ പറ്റി പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പോകാം. സോ ഇൻട്രൊഡക്ഷനിലേക്ക്. പൈത്തൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗുയിഡോ വാൻ റോസോ എന്ന സയൻറ്റിസ്റ്റ് ആണ്. 1991 ഇത് ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് ഈസ് ഫ്രീ ഓഫ് യൂസ് ആണ്. ഇനി ഇത് മെയിനായിട്ടും പ്രൊസീജിയറൽ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് രണ്ട് അപ്രോച്ചിനെയും ഫോളോ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇനി എന്താണ് പ്രൊസീജിയറൽ അപ്രോച്ച് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ച് ഓഫ് പ്രോഗ്രാമിംഗ് എന്ന് നോക്കാം. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻലൈൻ പ്രോഗ്രാമിംഗ് ആണ്. അതായത് ഓരോ ലൈൻ വൈസ് ലൈനായിട്ട് നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് മാത്രമായിട്ട് എഴുതുകയാണ്. അതായത് ഇത് മെയിനായിട്ട് ഒരു ടോപ്പ് ടു ഡൗൺ അപ്രോച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാമിനെ കുറേ ക്ലാസ്സസും ഒബ്ജക്ട്സുമായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷമാണ് പ്രോഗ്രാം എഴുതുന്നത്. അതായത് നമ്മളെപ്പോഴും തന്നെ ഒരു ക്ലാസ് അല്ല ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രോഗ്രാം എഴുതുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. നമ്മളൊരു സ്റ്റോറി ബുക്ക് റീഡ് ചെയ്യുകയാണെങ്കിൽ ചില സ്റ്റോറി ബുക്കുകളിനകത്ത് റൈറ്റിങ്സ് മാത്രമേ കാണത്തുള്ളൂ. ആ കഥ എന്താണെന്നുള്ളത് എഴുതി പോവുക, റൈറ്റ് ചെയ്ത് മാത്രമേ ഉണ്ടാവും, വേർഡ്സ് ആയിട്ട് മാത്രമേ കാണൂ. പക്ഷെ ചില സ്റ്റോറി ബുക്സ് എന്ന് പറഞ്ഞാൽ കുറേ ഫിഗേഴ്സ് കാണും. ആ ഫിഗേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആ കഥയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. പ്രൊസീജിയറൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വേർഡ്സ് എഴുതിയിരിക്കുന്ന സ്റ്റോറി ബുക്ക് പോലെയും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഊപ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ പിക്ചേഴ്സ് വെച്ചിട്ട് ഒരു കഥ മനസ്സിലാക്കി തരും. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ C++ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇനി പൈത്തൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. സോ ഇതിനെ സയൻറ്റിഫിക് ആൻഡ് നോൺ സയൻറ്റിഫിക് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ നാസ പോലെയുള്ള കമ്പനീസ് അതിൻ്റെ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. നോൺ സയൻറ്റിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലൊക്കെ ബാക്ക് എൻഡിൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ഈ പൈത്തൺ ലാംഗ്വേജിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും റൺ ചെയ്യിക്കാൻ പറ്റും വിത്ത് മിനിമം ഓർ സീറോ മോഡിഫിക്കേഷൻ. നമുക്കറിയാം പണ്ടൊക്കെ ആണെങ്കിൽ വേർഡ് നമ്മൾ 2007 റൈറ്റ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ 2013 16 കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് വരുമായിരുന്നു അല്ലേ. പക്ഷേ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയി കഴിയുമ്പം അത്തരം ചേഞ്ചസ് ഒന്നും വരത്തില്ല. അത് ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും അവിടെ വർക്ക് ചെയ്യും. അടുത്തതായിട്ട് ഇതിനകത്ത് ഒരു വാസ്റ്റ് ലൈബ്രറി ഓഫ് ആഡ് ഓൺ മോഡ്യൂൾസ് ഉണ്ട്. നമുക്കറിയാം നമ്മൾ സം ഓഫ് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ് ഫസ്റ്റ് നമ്പർ എൻട്രിയും സെക്കൻഡ് നമ്പർ എൻട്രിയും അതിനുശേഷം ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ ചെയ്യും അല്ലേ. ഇവിടെ നമുക്ക് ആഡ് എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 നമ്പേഴ്സിൻ്റെയോ 3 നമ്പേഴ്സിൻ്റെയോ നമുക്ക് സം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ് പൈത്തൺ ലാംഗ്വേജ്. സോ അതിന് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ടൊക്കെ എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് റീഡബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിലാണ്. ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ തന്നെ ഇത് നമുക്ക് റീഡബിൾ ആയിട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻസ് അനുസരിച്ച് നമുക്കിതിനെ കസ്റ്റമൈസ് ചെയ്യാനായിട്ടും പറ്റും. അതുപോലെ ഈസി ടു ലേൺ ആൻഡ് യൂസ് ആണ്. ഇതൊക്കെയാണ് പൈത്തൻ്റെ ഫീച്ചേഴ്സ്. ഇനി നമുക്കിത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. മെയിനായിട്ട് നമ്മളുടെ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ, യൂട്യൂബ് ഇതിൻ്റെയൊക്കെ ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പൈത്തൺ ആണ്. അതുപോലെ തന്നെ ടൊറൻ്റ് ഉണ്ട്. ടൊറൻറ്റിൻ്റെ ഷെയറിംഗ് ഫയൽസിനെ എല്ലാം റിട്ടേൺ ചെയ്തിരിക്കുന്നത് പൈത്തൺ ലാംഗ്വേജിലാണ്. അതുപോലെ ഇൻറ്റൽ, സിസ്കോ, HP, IBM തുടങ്ങിയ നെറ്റ്വർക്കിംഗ് സൈറ്റുകളുടെ ഹാർഡ്വെയർ ടെസ്റ്റിംഗ് ചെയ്യുന്നതും പൈത്തൺ ലാംഗ്വേജ് വെച്ചിട്ടാണ്. ഇനി അടുത്ത് മായ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. അതും പൈത്തണിൽ ഒരു API സ്ക്രിപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള iRobot എന്ന് പറഞ്ഞ കൊമേഴ്ഷ്യൽ റോബോട്ട് പൈത്തണിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി നാസ പോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ അവരുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ടാസ്ക് എല്ലാം ഇപ്പോൾ പൈത്തണിലാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തതായി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വിത്ത് പൈത്തൺ. സോ നമുക്ക് പൈത്തൺ എഴുതണമെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു GUI, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഇൻ്റഗ്രേഷൻ വേണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പൈത്തൺ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന GUIനെയാണ് ഐഡിയൽ എന്ന് വിളിക്കുന്നത്. ഐഡിയൽ എന്ന് പറഞ്ഞതിൻ്റെ ഫുൾ ഫോം ആണ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്.
അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് വേണം നമുക്ക് ഈ പൈത്തൺ ലാംഗ്വേജ് എഴുതി കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ അതിനകത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം, എന്തെങ്കിലും കാര്യങ്ങൾ റൺ ചെയ്യണം, ഡീബഗ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഐഡിയ. നമ്മുടെ പൈത്തൺ ഷെല്ല് നമുക്ക് 2 രീതിയിലുള്ള പൈത്തൺ ഷെല്ലുകളാണുള്ളത്. ഒന്ന് ഇൻട്രാക്റ്റീവ് മോഡും ഉണ്ട്, ഒന്ന് സ്ക്രിപ്റ്റ് മോഡും ഉണ്ട്. നമുക്കിനി നോക്കാം എന്താണ് ഈ 2 ഇൻട്രാക്റ്റീവ് മോഡും സ്ക്രിപ്റ്റ് മോഡും എന്താണെന്ന്. സോ ഇതാണ് പൈത്തണിലെ ഒരു ഇൻട്രാക്റ്റീവ് മോഡിൻ്റെ ഷെല്ല്. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഈ 3 ആരോസ്, ഈ 3 എണ്ണം പറഞ്ഞാൽ ഈ ഷെല്ല് റെഡി ആയിരിക്കുകയാണ്, ഇൻട്രാക്റ്റീവ് മോഡിൽ റെഡി ആയിരിക്കുകയാണ്, നമ്മളുടെ കമാൻഡിന് വേണ്ടി ഇത് വെയിറ്റ് ചെയ്യുകയാണെന്നാണ് അർത്ഥം. സോ നമുക്ക് നിങ്ങൾ ടെക്സ്റ്റിലുള്ള കുറച്ച് പ്രോഗ്രാമിംഗ് എഴുതി കൊടുക്കാം. ഫസ്റ്റ് വൺ, പ്രിൻറ്റ് ഹൗ ആർ യു. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻറ്റിന് ശേഷം ഒരു ബ്രാക്കറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പൈത്തൺ 3.83 ഷെല്ലായതുകൊണ്ടാണ് ബ്രാക്കറ്റ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല, ഈ ഒരു പർട്ടിക്കുലറിന് നമുക്ക് ബ്രാക്കറ്റ് കൊടുത്താലേ കിട്ടുള്ളൂ. ഹൗ ആർ യു, അപ്പോൾ നമുക്ക് ഹൗ ആർ യു എന്ന് പ്രിൻറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, പ്രിൻറ്റ് 5+7. സോ 5+7ൻ്റെ ആൻസർ എന്താണോ അത് നമുക്ക് പ്രിൻറ്റ് ചെയ്തു. ഇനി ഡയറക്റ്റ്ലി നമ്മളൊരു 5+7 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസറും കിട്ടും. അടുത്തായിട്ട് 6 × 250 / 9 എന്ന് കൊടുത്തു, അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഇനി പ്രിൻറ്റ് 5-7 എന്ന് കൊടുത്താൽ അതിൻ്റെ ആൻസർ -2 എന്നുള്ളത് നമുക്ക് കിട്ടും. ഇത് ജസ്റ്റ് ഒരു ഇൻട്രാക്റ്റീവ് മോഡാണ്. നമുക്ക് എന്തെങ്കിലും വാല്യൂസ് കൊടുത്തിട്ട് അതിന് ആൻസർ കിട്ടാനായിട്ട് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇതാണ്. ഇനി നമുക്കിതിലല്ല ശരിക്കും ചെയ്യേണ്ടത്. നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പം നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ കൊടുക്കുന്നതാണ് സ്ക്രിപ്റ്റ് മോഡൽ. ഇനി ടെക്സ്റ്റിലുള്ള വേറെ എക്സാമ്പിൾ നോക്കിയേ. x = 2, y = 6, z = x + y. നമ്മൾ എക്സിന് 2 എന്ന് അസൈൻ ചെയ്തു, വൈക്ക് 6 എന്ന് അസൈൻ ചെയ്തു, z എന്ന് പറഞ്ഞാൽ x + y. ഇനി പ്രിൻറ്റ് ഓഫ് z, എന്താണോ ഇസഡിനകത്ത് വരുന്ന വാല്യൂ അതിനെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏത് എഴുതിയാലും നമ്മൾ സാധാരണ 2 + 5 = 7 എന്നായിരുന്നു പറയുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല. ആൻസർ = ഏതൊക്കെ വാല്യൂ എന്ന് പറഞ്ഞ് വേണം കൊടുക്കാൻ. കാരണം ഇതിൻ്റെ വാല്യൂവിൻ്റെ ആൻസർ ഈ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷനിലേക്ക്, z എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. സോ നമ്മൾ മാത്സിൽ എഴുതുമ്പോൾ 2 + 6 എന്ന് പറഞ്ഞ് 8 എന്ന് കൊടുക്കും. പക്ഷേ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതുമ്പോൾ തിരിച്ചു വേണം ആൻസർ = എന്ന് പറഞ്ഞ് കൊടുക്കണം. കാരണം ഈ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇതിവിടെ എന്ത് ഫംഗ്ഷനാണോ ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ നമ്മൾ ഈ പറഞ്ഞ ഇസഡിലേക്കാണ് സേവ് ചെയ്യുന്നത്. അതാണ് അതിന് മീനിങ്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് പ്രിൻറ്റ് ഇസഡ് കൊടുത്തു കഴിയുമ്പം ഡയറക്റ്റ്ലി ഇതിൻ്റെ വാല്യൂവിൻ്റെ ആൻസർ കൊടുക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റ് മാത്രമേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഏതെങ്കിലും നമ്പേഴ്സിൻ്റെ ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാം എഴുതി കൊടുക്കേണ്ടി വരും. അടുത്തതായിട്ട് a = 3. എയിലേക്ക് 3നെ അസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ട ഫംഗ്ഷൻ a+1ഉം a-1ഉം. നോക്കിയേ, ആ ആൻസർ കിട്ടിയിരിക്കുന്നത് നമുക്കൊരു ബ്രാക്കറ്റിൽ കോമ ഇട്ടതിന് ശേഷമാണ് കിട്ടുന്നത്. ഇതിനെയാണ് ട്യൂപ്പിൾ എന്നാണ് വിളിക്കുന്നത്. ഇത് 2 വാല്യൂവിൻ്റെ ഒരു ട്യൂപ്പിളാണ്. ദിസ് ഇസ് എ ട്യൂപ്പിൾ ഓഫ് 2 വാല്യൂവിൻ്റെ ഒരു ട്യൂപ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് നമുക്ക് സ്ക്രിപ്റ്റ് മോഡിലേക്ക് പോകാം. സ്ക്രിപ്റ്റ് മോഡ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽ എടുക്കുക, ഓപ്പൺ എടുക്കുക, ഏതെങ്കിലും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫയൽ ന്യൂ വിൻഡോ, നമുക്കൊരു ന്യൂ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളുടെ പൈത്തൺ കോഡ് എന്താണോ പൈത്തണിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എഴുതി കൊടുക്കുക. അതിനെയാണ് സ്ക്രിപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അതിനുശേഷം അത് സേവ് ചെയ്യുക. പിന്നീട് വേണ്ടത് നമ്മൾ അതിനെ റൺ ചെയ്യിക്കുക. F5 അടിച്ച് റൺ ചെയ്യിക്കുക. ഓക്കെ ആണല്ലോ. റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ആൻസർ എന്താണ്, അല്ല എന്താണ് നമുക്കതിൻ്റെ റിസൾട്ട് വേണ്ടതെന്നുള്ളത് കിട്ടും. നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഫയൽ ന്യൂ എടുത്തു. അതിനുശേഷം വന്ന് ഇതാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതാനുള്ള വിൻഡോ. അവിടെ ഡിഫൈൻ, DEF എന്ന് പറഞ്ഞാൽ ഡിഫൈൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റ് എന്നുള്ളതാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന നെയിം. അതെനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇനി x = 2, y = 6, z = x + y, പ്രിൻറ്റ് z. ഇനി ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. സേവ് കൊടുക്കുക. ഏതെങ്കിലും ഒരു നെയിം കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടത് നെയിമിന് ശേഷം .py എന്ന് കൊടുക്കണം. കാരണം ഇതൊരു പൈത്തൺ ഫയൽ ആയതുകൊണ്ടാണ് .py എന്ന് പറഞ്ഞ് നമ്മൾ ഫയൽ നെയിം ഏത് വേണമെങ്കിലും കൊടുക്കാം. .py എന്ന് കൊടുക്കണം.
ഇനി നമുക്കിത് റൺ ചെയ്യാം. ഓക്കെ, അവിടെ ഒരു ചെറിയൊരു സിൻടാക്സ് എറർ വന്നു. ടെസ്റ്റ് എന്ന് പറഞ്ഞ നെയിമിന് ശേഷം ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ബ്രാക്കറ്റ് കൊടുക്കുക. ഇനി റൺ ചെയ്യുക. നമുക്ക് നമ്മളുടെ വിൻഡോ വന്നിരിക്കുകയാണ്. അവിടെ നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. ഞാൻ ടെസ്റ്റ് എന്നാ പേര് കൊടുത്ത് അതിനെ കോൾ ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. സോ ഫോർ എന്തെങ്കിലും ഡൗട്ടുകളോ നോട്ട്സുകളോ വേണമെങ്കിൽ പ്ലീസ് മെയിൽ മീ classroom@gmail.com. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫോർ മോർ വീഡിയോസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പൈത്തനെ കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.